Hi dear students, welcome to SRJ online classes. Relation function next part, അതായത് പാർട്ട് 7ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫംഗ്ഷന്റെ ഇതുവരെ എടുത്തിന്റെ ബാക്കി തന്നെയാണ്. നമ്മൾ റിലേഷൻ ഫംഗ്ഷനിൽ ഫംഗ്ഷൻ എന്താ പറഞ്ഞു, ഡൊമൈൻ റേഞ്ച് പറഞ്ഞു. ഡൊമൈൻ റേഞ്ച് ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. എക്സിന് കൊടുക്കാൻ പറ്റുന്ന ഇൻപുട്ടുകളാണ് ഡൊമൈന്, കിട്ടുന്ന ആൻസറുകൾ ഔട്ട്പുട്ട് ആണല്ലോ റേഞ്ച്. അത്രയും കാര്യങ്ങൾ റിലേഷൻ ഫംഗ്ഷനിൽ മാക്സിമം ഡൊമൈൻ റേഞ്ച് കാണുന്ന റെസ്റ്റൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് മാക്സിമം ചെയ്തിട്ടുണ്ടോ. ഇനി ഇന്നത്തെ ടോപ്പിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ഭാഗമാണ്, ഫംഗ്ഷന്റെ മറ്റൊരു ഭാഗം. അതായത് നിങ്ങൾക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. എങ്ങനെ ഗ്രാഫിൽ എങ്ങനെ ഫംഗ്ഷൻ വരയ്ക്കുന്നതോ, ഈ ഗ്രാഫ് പേപ്പർ അല്ല, സാധാ ഗ്രാഫില് എക്സ് ആക്സും വൈ ആക്സും വരച്ചിട്ട് എങ്ങനെ ഗ്രാഫ് വരയ്ക്കാം. നിങ്ങൾ 10ാം ക്ലാസ്സിലെ കോർഡിനേറ്റ് ജോമെട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. എക്സ് ആക്സും വൈ ആക്സും വരച്ചിട്ട് വരക്കുന്നത്. ആ രൂപത്തില് ഇവിടെ ഫംഗ്ഷൻ എങ്ങനെ വരക്കുക എന്നാണ് പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ പ്രത്യേക ടൈപ്പ് ഫംഗ്ഷൻസ്, അവരുടെ ഗ്രാഫ്, അതായത് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് ആൻഡ് ദ ഗ്രാഫ് എന്നാണ് ഇവിടെ പഠിക്കാനുള്ള ചില പ്രത്യേക സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ്. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന, പല ഭാഗത്തും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ചില ഫംഗ്ഷൻസ് ഉണ്ട്. അവരെ പറയുന്ന സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് ആണ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു 7-8 സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് 3-4 ഉള്ളൂ. പക്ഷെ നമുക്ക് പറയുമ്പോൾ എല്ലാം പറയണം, നിങ്ങൾക്ക് അത് കണക്ഷൻ കിട്ടാൻ വേണ്ടി. അപ്പൊ അതാണ് ഇന്നത്തെ നമ്മൾ ടോപ്പിക് പറയുന്നത്. യെസ്, ടോപ്പിക് നോക്കൂ. Some standard functions and their graph. ചില പ്രത്യേക ഫംഗ്ഷൻസും അവരുടെ ഗ്രാഫും. ഗ്രാഫ് പറയുമ്പോൾ നമുക്ക് ആ ഗ്രാഫ് ഉപയോഗിച്ച് റേഞ്ചും ഡൊമൈനും കാണാൻ കഴിയും. അതിലെ ഗ്രാഫിന് ഷേപ്പ് അറിഞ്ഞിരിക്കുന്ന ഓരോ ഫംഗ്ഷന് ഓരോ പേരുകളുണ്ട്. അതിലെ ഒന്നാമത്തെ ഫംഗ്ഷനാണ് നമ്മൾ ആദ്യം പറയാവുന്ന ഒന്നാമത്തെ ഫംഗ്ഷന്. പേര് നോക്കൂ. ഒന്നാമത്തെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അത്ര ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ അല്ല. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ, ഇങ്ങനെയല്ലേ നമ്മൾ ഫംഗ്ഷൻ എഴുതാറ്. എഫ് ഫ്രം എന്ന് വായിക്കാം, എ ടു ബി എന്ന് പറഞ്ഞ എഫ് ഫ്രം ആർ ടു ആർ, ആറിൽ നിന്ന് ആറിലേക്ക് പറഞ്ഞ റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്ക് ഒരു ഫംഗ്ഷൻ. അത് കോൺസ്റ്റന്റ് ആവണമെങ്കിൽ, കോൺസ്റ്റന്റ് പറഞ്ഞർത്ഥം വാല്യൂ, അതിന് ആൻസർ സ്ഥിരമായിരിക്കണം, മാറരുത്. അതായത് ഒരു എക്സാമ്പിൾ, എഫ് ഓഫ് എക്സ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് 1 എത്ര? എക്സ് 1 ആവുമ്പോ ഈ ആൻസർ 1 അല്ലേ? എഫ് ഓഫ് 1. എഫ് ഓഫ് 2 എത്ര? എക്സ് 2 ആകുമ്പോ എഫ് ഓഫ് എക്സ് എക്സ് ആണെങ്കിൽ 2 അല്ലേ? എഫ് 10 ആണെങ്കിൽ എഫ് ഓഫ് 10 എത്ര? 10 അല്ലേ? എന്ന് പറഞ്ഞാൽ എക്സ് മാറുന്നതിനനുസരിച്ച് ഇവിടുത്തെ ആൻസർ മാറിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ആ ആൻസർ കോൺസ്റ്റന്റ് അല്ല, വാരിയബിൾ ആണ്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് നോക്കി, എഫ് ഓഫ് എക്സ് 3 ആണെങ്കിൽ, എഫ് ഓഫ് എക്സ് 3 ആണെങ്കിൽ എക്സിന് ഇവിടെ നമ്മൾ നമ്പർ കൊടുത്താൽ എഫ് ഓഫ് 1 ആൻസർ അത്ര 3. കാരണം ഇവിടെ എക്സിന് 1 കൊടുക്കുമ്പോ ഇവിടെ എക്സ് കൊടുക്കാനുള്ള എക്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ ആൻസർ ഇറക്കിയതാ എഫ് ഓഫ് 2 ആണെങ്കിൽ 3 ആണ്. എക്സിന് 2 കൊടുത്താലും ഈ ആൻസർ എത്ര? 3 ആണ്. കാരണം എക്സിന് 2 കൊടുക്കുമ്പോ ഇവിടെ മാറണമെങ്കിൽ ഇവിടെ എക്സ് ഉണ്ടാവണം. അവിടെ എക്സ് ഇല്ലല്ലോ. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? ഈ ഫംഗ്ഷൻ മീനിങ് എന്താ? എക്സ് എന്താണെങ്കിലും ആൻസർ 3 ആണ്. അപ്പൊ എഫ് ഓഫ് 10 കണ്ടാലും ആൻസർ 3 ആണ്. എക്സ് എന്ത് കണ്ടാലും ആൻസർ അവിടെ 3 ആണ്. അപ്പൊ ഇതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷനാണ്. ഈ ആൻസർ മാറുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷനിൽ എക്സ് എന്ത് കൊടുത്താലും ആൻസർ കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് അത് കോൺസ്റ്റന്റ് ഫംഗ്ഷനാണ്. അപ്പൊ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു വാല്യൂ വരികയാണെങ്കിൽ അതാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. അതിന്റെ ജനറൽ ഫോം എഫ് ഓഫ് എക്സ് ഈക്വൽ സി. ഇതാണ് സീറോ കോൺസ്റ്റന്റ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സിമ്പിൾ മാത്രമാണ്. ഇപ്പൊ എക്സ് 1 ആണെങ്കിൽ ആ കോൺസ്റ്റന്റ്, 2 ആണെങ്കിൽ ആ കോൺസ്റ്റന്റ്, 10 ആണെങ്കിൽ കോൺസ്റ്റന്റ്, 3 ആണെങ്കിലും ആ കോൺസ്റ്റന്റ്. അതിൽപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് എഫ് ഓഫ് എക്സ് 3. മനസ്സിലായോ? അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ ഡൊമൈൻ. അപ്പോ എഫ് ഓഫ് എക്സ് എപ്പോഴും ഒരൊറ്റ നമ്പർ വരെ. അപ്പൊ മറ്റൊരു എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് 5, ഇതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷനാണ്. അവിടെ എക്സിന് ഏത് നമ്പർ കൊടുത്താൽ ആൻസർ എത്ര? 5. എഫ് ഓഫ് എക്സ് 10 ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷനാണ്. എപ്പോഴും ആ 10 ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഓരോ നമ്പറിലും ഓരോ ആൻസർ ആയതുകൊണ്ടാണ് കോൺസ്റ്റന്റ് ആവാത്തത്. യെസ്. അപ്പൊ ഇതിനെ ചോദിക്കാൻ ഇതിന്റെ ഡൊമൈൻ എന്താ? ആർ. ഇങ്ങനെ എഴുതുമ്പോൾ ഇതാണ് എപ്പോഴും ഡൊമൈൻ, ഇത് എപ്പോഴും കോഡൊമൈൻ. ഓർമ്മയുണ്ടല്ലോ? യെസ്, ഇതെപ്പോഴും ഡൊമൈൻ ആണ് ഫംഗ്ഷൻ. ദെൻ ഇതിന്റെ റേഞ്ച്, നമ്മുടെ ഫംഗ്ഷന്റെ റേഞ്ച് പറഞ്ഞ ആൻസർ അല്ലേ? ഇതിന്റെ ഈ എഫ് ഓഫ് എക്സ് 3 ആകുമ്പോൾ ഇതിന്റെ റേഞ്ച് എന്താ? ഇതിന്റെ ആൻസർ എന്ത് മാത്രം? 3 മാത്രം. അതുകൊണ്ട് ഇതിന്റെ റേഞ്ച്
സെറ്റ് 3. എഫ് ഓഫ് എക്സ് 5 ആണെങ്കിൽ ഇതിന് എക്സ് എന്ത് കൊടുത്താൽ ആൻസർ എത്ര 5. അതുകൊണ്ട് റേഞ്ച് സെറ്റ് 4 റേഞ്ച് സെറ്റിന്റെ ഉള്ളിൽ ഏതാണ്. ദെൻ അപ്പൊ എഫ് ഓഫ് എക്സ് ജനറൽ ആക്കി സി എന്ന് പറയുകയാണെങ്കിൽ കോൺസ്റ്റന്റ് പറയുകയാണെങ്കിൽ ഇതിന്റെ റേഞ്ച് സെറ്റ് സി. പന്ത് മനസ്സിലായോ? വളരെ സിമ്പിൾ ആണ്. ആ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ പറഞ്ഞാൽ ആൻസർ കോൺസ്റ്റന്റ് വരുള്ളൂ. ആ ഫംഗ്ഷനിൽ എക്സിന് എന്ത് കൊടുത്താലും ആ നമ്പർ മാത്രം, അത് തന്നെ അതിന്റെ റേഞ്ചും. ഇനി അതിന്റെ ഗ്രാഫ് എന്ന് പറയണം. എഫ് ഓഫ് എക്സ് കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഗ്രാഫ് ഫംഗ്ഷൻ എക്സാമ്പിൾ ആയി എഫ് ഓഫ് എക്സ് 3 പറഞ്ഞു. ആ ഫംഗ്ഷന്റെ ഗ്രാഫ് വരക്കാം. എല്ലാത്തിനും ഏകദേശം ഒരേ ഷേപ്പ് ആയിരിക്കും. എഫ് ഓഫ് എക്സ് 3 എന്ന ഗ്രാഫ് വരക്കാണെങ്കിൽ, ഗ്രാഫ് വരക്കുന്ന നിങ്ങൾ നന്നായിട്ട് പഠിക്കണേ. നിങ്ങൾ ഗ്രാഫ് വരക്കുന്ന ഷേപ്പ് അറിയണം. നിങ്ങൾക്ക് ഗ്രാഫ് വരക്കുന്നതിന്റെ ഏറ്റവും ബേസിക് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ആണ് നന്നായിട്ട് ശ്രദ്ധിക്കുക ഗ്രാഫ് എങ്ങനെ വരക്കാന്ന്. 1-2 വരച്ച കാര്യം നിങ്ങൾക്ക് ഈസിയായി വരക്കാൻ കഴിയും. നോക്കൂ, ഗ്രാഫ് വരക്കണേ നമുക്കറിയാം എക്സ് ആക്സ് വേണം, വൈ ആക്സ് വേണം. എക്സ് ആക്സ് വേണം, വൈ ആക്സ് വേണം. അപ്പൊ എക്സ് ആക്സും വൈ ആക്സിന് വാല്യൂ 0, ഇവിടെ 0 മാർക്ക് ചെയ്യും. ഇതിന് 1 2 3 4 ഇങ്ങനെയല്ലേ. എക്സ് ആക്സും വൈ ആക്സും ഒക്കെ മാർക്ക് ചെയ്യാറ് ഇങ്ങനെയല്ല. അത് ഇങ്ങനെ പറയുന്നുണ്ടാവും, ഇങ്ങോട്ടോമ നെഗറ്റീവ്, ഇങ്ങോട്ടോമ നെഗറ്റീവ്. അത് മാർക്ക് ചെയ്യുന്നില്ല. വേണമെങ്കിൽ എടുക്കാം -1 -1 രൂപത്തിൽ. അപ്പൊ നിങ്ങൾ എഫ് ഓഫ് എക്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കോൺസ്റ്റന്റ് ഏത് ഫംഗ്ഷൻ ആവട്ടെ അതിന് എക്സിന് എന്ത് കൊടുക്കുന്നു, വൈക്ക് എന്ത് കിട്ടുന്നു എന്ന് അവിടെ എഴുതി വെക്കണം. എക്സിന് ഇവിടെ റിയൽ നമ്പർ ആണ്. എക്സ് എന്ന് പറഞ്ഞ ഡൊമൈൻ ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ എക്സിന് നിങ്ങൾക്ക് ഏത് വാല്യൂ കൊടുക്കാം. നമ്മൾ ഗ്രാഫ് വരക്കാൻ എളുപ്പത്തിന് വേണ്ടി ഒരു 3 4 5 വാല്യൂസ് എടുക്കാം. പോസിറ്റീവ് നെഗറ്റീവ് 0 വരുന്ന രൂപത്തിൽ കുറച്ച് വാല്യൂസ് കൺസിഡർ ചെയ്യാം. അതായത് -2 -1 0 1 2 ഇങ്ങനെ കുറച്ച് വാല്യൂസ്. നെഗറ്റീവ് 2 പോസിറ്റീവ് 2 0 അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഷേപ്പ് കറക്റ്റ് കിട്ടും. അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സ് 3 എന്ന് പറഞ്ഞാൽ എന്താ, എക്സിന് എന്ത് കൊടുത്താലും ആൻസർ 3. അപ്പൊ എക്സിന് -2 കൊടുത്താലും ഈ എഫ് ഓഫ് എക്സ് ഉദ്ദേശിച്ച വൈ തന്നെയാണ്. വൈ ആക്സിസിൽ ഗ്രാഫിൽ നമ്മൾ എന്ത് മാർക്ക് ചെയ്യുന്നോ അതിനെയാണ് ചുരുക്കത്തിൽ എഫ് ഓഫ് എക്സ്. മറ്റൊരു രീതിയിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ വൈ തന്നെയാണ്. അപ്പോ എക്സ് -2 ആണെങ്കിൽ വൈ 3 അല്ലെ, കോൺസ്റ്റന്റ് ആയത്. -1 ആണെങ്കിൽ 3, 0 ആണെങ്കിലും 3, 1 ആണെങ്കിൽ 3, 2 ആണെങ്കിൽ അങ്ങനെയാണല്ലോ കോൺസ്റ്റന്റ്. അല്ലെങ്കിൽ മാറാണെങ്കിൽ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അറിയില്ല. ഇത് എഫ് ഓഫ് എക്സ് 5 ആണെങ്കിൽ ഇവിടൊക്കെ 5 ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നോക്കൂ, -2 3 -2 എക്സ് -2 y 3 എക്സ് -2 y 3 ആണ് ഇവിടെ അല്ലേ വരിക. -2 3 നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ 10ാം ക്ലാസ് പഠിച്ചിട്ടാവും. ഏത് ബോട്ടം അറിയുന്നതാണ് വിചാരിക്കുന്നു. ദെൻ -1 3 -1 3 എക്സ് -1 y 3 0 3 1 3 2 3. ഇനി 3 കൊടുത്താലും 4 കൊടുത്താലും ഒക്കെ 3 തന്നെയല്ലേ വരുള്ളൂ. അവിടെ എന്ത് കൊടുത്താലും 3 തന്നെ. അപ്പൊ ഇതിന്റെ ഗ്രാഫ് ഈ പോയിന്റുകൾ കൂട്ടി യോജിപ്പിക്കുക. ഇതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 അല്ലെങ്കിൽ y ഈക്വൽ ടു 3 എന്ന ഗ്രാഫ്. എക്സ് ആക്സിന് പാരലായിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് y മാത്രമാണെങ്കിൽ അത് എക്സ് ആക്സിന് പാരലായിരിക്കുമല്ലോ. y ഈക്വൽ ടു 3. ഇനിയിപ്പോ ഞാൻ ചോദിക്കുകയാണ്, ഇത് ഇങ്ങനെ വരച്ചു, ഈ ലൈന് എന്തിന്റെ ഗ്രാഫാണ്, എന്തിന്റെ ഷേപ്പാണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2. ഇങ്ങനെ വരക്കാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. ഇതാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. എക്സ് ആക്സിന് എഫ് ഓഫ് എക്സിന് 0. അപ്പൊ y ഈക്വൽ 0 എന്നർത്ഥം. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് റഫാക്കി വരയ്ക്കേണ്ടതേ ഉള്ളൂ. അതാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ഷേപ്പ് എന്ന് പറഞ്ഞിരിക്കുക കോൺസ്റ്റന്റ് ആകുമ്പോൾ ഒരേ ലെവലിൽ പോവുള്ളൂ, കൂടില്ല കുറവില്ല. അത്ര ഇമ്പോർട്ടന്റ് അല്ല. ജസ്റ്റ് ഗ്രാഫും അതിന്റെ കാര്യങ്ങൾ ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത് സെക്കൻഡ് ഫംഗ്ഷൻ പറയുന്നത് ലീനിയർ ഫംഗ്ഷൻ. ലീനിയർ ഫംഗ്ഷൻ പറയുന്നത് ലൈനാണ് അർത്ഥം. ലൈൻ ലീനിയർ മീനിങ് ആണ് ലൈൻ. ലൈൻ ആയിരിക്കും. അപ്പൊ നേരത്തെ വരച്ചതും ലൈൻ അല്ലേ? ആണ്. നേരത്തെ വെച്ചെന്താ ഒരേ പാരലൽ ആവുന്ന ലൈനാണ്. ഇത് പാരലൽ ആവാം, പാരലൽ ആവാത്തതാവാം. അപ്പൊ എല്ലാത്തിനും കോമൺ ആയിട്ട് പറയുന്ന ലീനിയർ ഫംഗ്ഷൻ. അപ്പൊ അങ്ങനെ ഒരു ലീനിയർ ഫംഗ്ഷന്റെ പൊതുവായ രൂപം പറയണം. ലീനിയർ ഫംഗ്ഷൻ പറയുമ്പോൾ നിങ്ങൾ ഇത്രേ ഉള്ളൂ, ഒരു ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ. ഇതിന്റെ ഡെഫിനിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ax പ്ലസ് ബി. അതങ്ങനെ പറയും. എ ബി എനി നമ്പർ ആവാം. എ ഒരിക്കലും 0 ആവരുത്, ബി 0 ആവാൻ പ്രശ്നമല്ല, എ ഒരിക്കലും 0 ആവരുത്, വേറെ എന്തും ആവാം. എന്താ ലീനിയർ മനസ്സിലാക്കുന്ന വഴി? എക്സിന്റെ പവർ 1 വരാൻ പാടുള്ളൂ. എക്സ് റേസ്റ്റ് എത്ര? എക്സിന്റെ കൃതി എക്സിന്റെ പവർ 1 ആണോ എങ്കിൽ അത് ലീനിയർ ആണ്, എങ്കിൽ ലൈനാണത്. എങ്കിൽ അതിന്റെ ഗ്രാഫ് ലൈനേ വരുള്ളൂ. എക്സിന്റെ പവർ 1 ആണെങ്കിൽ ലൈനേ വരുള്ളൂ. എക്സിന്റെ പവർ 1 ആണെങ്കിൽ ലൈൻ. അപ്പൊ നേരത്തെ എക്സ് ഇല്ലല്ലോ, എന്നൊരു ലൈൻ വന്നല്ലോ. എക്സിന്റെ പവർ 0 ആവുന്നതാണത്. എക്സ് ഇല്ലാത്തതാണെങ്കിൽ ലൈന് വരും. പക്ഷേ എക്സിന്റെ പവർ 1 ആണെങ്കിൽ ഉറപ്പിക്കാം അതെന്താണ്, ലൈനാണ്.
അപ്പൊ ലീനിയർ ഫംഗ്ഷന്റെ പൊതുവായ രൂപം ഇതാണ്. ഇതില് A0 എന്താ പ്രശ്നം? A0 ഇങ്ങനെ വരും, അത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആവും. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ലീനിയർ അല്ല. ലീനിയർ ആവുമ്പോൾ പ്രത്യേകത എക്സിന്റെ പവർ 1 ആയിരിക്കണം. എക്സിന്റെ പവർ 1 ആവുന്ന രൂപമാണ് ലീനിയർ ഫംഗ്ഷന്റെ പൊതുവായ രൂപം. ഇതാണ് ax+b. അപ്പൊ ഇതിലൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഇപ്പൊ f(x) = 2x+3 എന്ന് എടുക്കാം. ഇപ്പൊ a2b3 ഒരു എക്സാമ്പിൾ f(x+3). ഇതിന്റെ ഡൊമൈൻ എന്താണ്? R. റേഞ്ചോ ഇവിടെ എക്സിന് റിയൽ നമ്പർ കൊടുക്കുമ്പോ ഇതിന്റെ റേഞ്ച് എന്ത് ആൻസർ വന്നൂടെ? ഇന്നത് നോക്കുമ്പോ എന്ത് വരെ എക്സിന് ഒരു നമ്പർ കൊടുക്കുമ്പോ ഇവിടെ പല ആൻസർ കിട്ടിക്കൊണ്ടിരിക്കും. ഇതിന്റെ റേഞ്ച് എന്താണ്? R തന്നെയാണ്, റിയൽ നമ്പർ ആണ്. എക്സിന് നോക്കൂ, ഇവിടെ ഏത് ഇപ്പം വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ റേഞ്ച് കാണുന്ന ഇങ്ങനെയല്ലേ, y = 2x+3. അപ്പൊ 2x y-3. അപ്പൊ എക്സ് എന്തായി? y-3/2. നോക്കൂ, ഇവിടെ ഡിനോമിനേറ്ററിൽ y വരുന്ന പ്രശ്നമുണ്ടോ? ഡിനോമിനേറ്റർ y വരുന്ന പ്രശ്നമുണ്ട്. അപ്പോഴെല്ലാം 0 ആവാൻ പാടില്ല എന്നേ ഉള്ളൂ. ഇവിടെ y മുകളിലാണ്, മുകളിൽ എന്തും വരാം എന്ന് പറഞ്ഞാൽ ഓൾ റിയൽ നമ്പേഴ്സ് റേഞ്ച്. അല്ലെങ്കിൽ എസ് അറിഞ്ഞില്ലാതെ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് ഇതിന്റെ ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഇതിന്റെ ഗ്രാഫും ഈ ഒരു സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ അറിഞ്ഞിരിക്കുക. f(x) = ax+b ലീനിയർ ഫംഗ്ഷൻ. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ആണത്. ഇതിന്റെ ഡൊമൈനും റേഞ്ചും എന്ത് തന്നെയാണ്? ഡൊമൈനും റേഞ്ചും റിയൽ നമ്പർ ആണ്. ഇനി ഇതിന്റെ ഗ്രാഫ് വരക്കണം. ഇതിന്റെ ഗ്രാഫ് നമ്മൾ നേരത്തെ പോലെ എക്സ് ആക്സ് വൈ ആക്സ് വരക്കും മുമ്പായിട്ട് നമുക്ക് എന്ത് വേണം? ഇതിന്റെ ലീനിയർ ഫംഗ്ഷന്റെ എക്സും വൈയും മാർക്ക് ചെയ്യണമല്ലോ. എക്സ് നമ്മൾ എങ്ങനെ വാല്യൂ എടുക്കാം? -2, -1, 0, 1, 2. എക്സിന് നോക്കൂ, -2 കൊടുക്കുമ്പോ 2x+3 എന്താവും? 2 × -2 + 3. ദിസ് -4 + 3. എക്സിന്റെ എക്സ് -2 കൊടുക്കാം. -4 + 3 -1. ഇതില്ലേ y. എക്സിന് -1 കൊടുക്കുമ്പോ 2 × -1 + 3 -2 + 3 + 1. 0 കൊടുക്കുമ്പോ 3, 1 കൊടുക്കുമ്പോ 5, 2 കൊടുക്കുമ്പോ 7. അത് ഏത് പൊട്ടൽ മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണല്ലോ, അല്ലെങ്കിൽ കണ്ടെത്താൻ പറ്റുന്നതാണ്, ഈസിയാണ്. ഇനി അത് മാർക്ക് ചെയ്യണം ഗ്രാഫില്. ഇപ്പൊ ഇവിടെ 0, 1, 2, 3, 4 ആണ് പോകും. ഇവിടെ 1, 2, 3, 4, 5, 6, 7 വരെ വരുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഇങ്ങോട്ട് നീട്ടുന്നുണ്ട്. 6, 7. ഇവിടെ -1, -2. -2 -1 ആണ്. അപ്പൊ -2 -1 ആണ് ഇവിടെ വരും. -2 -1. x -2 y -1. ഇതിന് x -1 y -1 ഇവിടെ വരും അല്ലെ? -1 1 ആണ്. -1 പറഞ്ഞാൽ ഇവിടെ വരും. -1 1. 0 3. 0 -1 1, 0 3, 1 5, 2 7. ഇങ്ങനെ മാർക്ക് ജസ്റ്റ് ഇത് നീട്ടിയാണ് വരച്ചു കഴിഞ്ഞാൽ ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്. ഇതാണ് ലീനിയർ ഫംഗ്ഷൻ. അത് എങ്ങനെയും വരച്ചത് ഇങ്ങനെയൊക്കെ വരാം. അതാണ് ലീനിയർ ഫംഗ്ഷൻ. ഇത് 2x+3 മാത്രം ഗ്രാഫാണ്. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും നമ്പർ ഫംഗ്ഷൻ വന്നിട്ട് അതിന്റെ ഗ്രാഫ് വരക്കാൻ ചോദിക്കാം. ജസ്റ്റ് അതിന്റെ ഷേപ്പ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ലീനിയർ ഫംഗ്ഷൻ പറഞ്ഞത്. ഓക്കെ, f(x) 2x+3 അല്ലെങ്കിൽ f(x) ax+b രൂപത്തിൽ വരുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് വരക്കുന്നത് അതിന്റെ ഡൊമൈൻ റേഞ്ച് എന്താണ്? ഓൾ റിയൽ നമ്പേഴ്സ്. ഓക്കെ, അതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കൂ. ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഓർഡേഡ് പെയർ ആയിട്ട് സെറ്റിന്റെ ഉള്ളിൽ 4 ഓർഡേഡ് പെയർ തന്നിട്ടുണ്ട്. അതിൽ എഴുതിയിട്ടുള്ള ജോഡികളുടെ ജനറൽ ഫോം ഇറ്റ് ഈസ് ഓഫ് ദ ഫോം f(x) ax+b. അതാണ് തന്നിരിക്കുന്ന ലീനിയർ ഫംഗ്ഷന്റെ രൂപത്തിലുള്ള ഫംഗ്ഷൻസിന്റെ ഓർഡേഡ് പെയർ ആണ് എങ്കിൽ ഈ എയും ബി കാണാണ്. അപ്പൊ ഈ തന്നിട്ടുള്ള ഓർഡേഡ് പെയർ നോക്കാം. എക്സിന് കൊടുക്കുമ്പോൾ കിട്ടുന്ന f(x) ആൻസർ ആണിത്. ഇത് എക്സിന് 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് -1. എക്സിന് 1 കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആണിത്. എക്സിന് 2 കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആണിത്. അവര് കിട്ടുന്ന ഫംഗ്ഷൻ എവിടുന്ന? ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഇവിടെ എയും ബി ഏതോ നമ്പർ ഉണ്ട്. ആ നമ്പറിനനുസരിച്ച് ഇവിടെ മാറിയിട്ടുണ്ടാവാം. അത് കണ്ടെത്തണം. എന്താണ് ഈ എഴുതിയർത്ഥം? f(1) എക്സിന് 1 കൊടുക്കുമ്പോൾ അതിന് ആൻസർ ആണ് 1. അതാണ് ഉദ്ദേശിച്ചത്. എക്സിന് 0 കൊടുക്കുമ്പോ f(0) = -1. എക്സിന് -1 കൊടുക്കുമ്പോ -3. എക്സിന് 2 കൊടുക്കുമ്പോ 3. അതാണ് ആ എഴുതിയ ഓർഡേഡ് പെയറിന്റെ മീനിങ്.
മനസ്സിലായോ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന രൂപത്തിൽ എളുപ്പമായി. നമുക്ക് രണ്ട് വേരിയബിൾ എയും ബിയും കാണണമല്ലോ. അപ്പൊ ഇതിൽ ഏതെങ്കിലും രണ്ട് ഇക്വേഷൻ എടുത്താൽ, 4 ഇക്വേഷൻ ഉണ്ട്, ഏതെങ്കിലും രണ്ട് ഇക്വേഷൻ എടുത്താൽ എളുപ്പം. അതിൽ 0 കൊടുത്തത് എടുക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പമായി, എന്നാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. 0 വരുന്നത് ആദ്യം എടുക്കാം. അതായത് കൺസിഡർ വി ഹാവ് എന്തോ എഫ് ഓഫ് 0 - 1 ആണ്. ഇത് ഏത് ഫോർമുല? എഫ് ഓഫ് എക്സിന്റെ രൂപത്തിലല്ലേ. എന്താണ് തന്നിട്ടുള്ള എഫ് ഓഫ് എക്സ്? എ എക്സ് പ്ലസ് ബി. ഇതിനെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനർത്ഥം എന്താ? എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ ഇതിന്റെ ടോട്ടൽ ആൻസർ -1 ആണ്. അതല്ലേ അർത്ഥം? അപ്പൊ എഫ് ഓഫ് 0 ഈക്വൽ ടു എ ഇൻറ്റു 0, എക്സിന് ഒരു 0 പ്ലസ് ബി. എന്താണ് എഫ് ഓഫ് 0യുടെ ആൻസർ? -1. അതായത് എക്സിന് 0 കൊടുക്കുമ്പോൾ ഇതിന്റെ ടോട്ടൽ ആൻസർ -1 ആണ്. എ ഇൻറ്റു 0 0 പ്ലസ് ബി ഈക്വൽ ടു -1. അപ്പൊ ബി ഈക്വൽ എന്തായി? -1. ബിയുടെ വാല്യൂ ആയി. ഇനി ഏതെങ്കിലും ഒന്നെടുത്ത് നോക്കൂ. എഫ് ഓഫ് 1 എടുക്കാം. എഫ് ഓഫ് 1 എത്ര? 1 ആണ്. എന്താ അതിനർത്ഥം? എഫ് ഓഫ് എക്സ് എ എക്സ് പ്ലസ് ബി എന്ന ലീനിയർ ഫംഗ്ഷനിൽ എക്സിന് പകരം 1 കൊടുക്കുമ്പോൾ ഇതിന്റെ ടോട്ടൽ ആൻസർ 1 ആയി. അതായത് ഇതിന്റെ ആൻസർ 1 ആയി. അപ്പൊ എഫ് ഓഫ് 1 ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് ബി ഈക്വൽ ടു 1 അല്ലെ. എക്സിന് പകരം 1 കൊടുത്തു. അപ്പൊ എ ഇൻറ്റു 1 പ്ലസ് ബി ഈക്വൽ ടു 1. ശ്രദ്ധിച്ചാൽ എ ഇൻറ്റു 1 പ്ലസ് ബി ഈക്വൽ ടു 1. അപ്പൊ എ പ്ലസ് ബി ഈക്വൽ ടു 1. ഇതിൽ ബി നമുക്കറിയാം -1 ആണ്. ആ -1 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എ പ്ലസ് -1 ഈക്വൽ ടു 1. അപ്പൊ എ ഈക്വൽ ടു 1 പ്ലസ് 1, എ ഈക്വൽ ടു 2. അതാണ് ആൻസർ. എ ഈക്വൽ ടു. അപ്പൊ ഇവിടെ എ ഈക്വൽ ടു 2 ആയി, ബി ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാൽ ഈ എഫ് ഓഫ് എക്സ് ഏത് രൂപത്തിലാ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x - 1, 2x പ്ലസ് -1 അല്ലെങ്കിൽ 2x - 1. അപ്പൊ ലീനിയർ ഫംഗ്ഷനിൽ വരുന്ന പ്രോബ്ലം ആണത്. ലീനിയർ ഫംഗ്ഷൻ ഇതാണ്. ഈ രൂപത്തിലുള്ള ജോഡികൾ തന്നിട്ടുണ്ട്. അതിൽ എയും ബിയും കാണാൻ. അടി മനസ്സിലായോ? അതേ മോഡൽസ് വേറെ തരും. അപ്പൊ നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കാൻ കഴിയും. കുറച്ച് ഇത് ചെയ്യാത്ത മോഡൽ ക്വസ്റ്റ്യൻ ആണ്, പരിചയമില്ലാത്തതാണ്, ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പൊ രണ്ട് ഫംഗ്ഷൻ പറഞ്ഞു. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ പറഞ്ഞു എഫ് ഓഫ് എക്സിൽ സി, ലീനിയർ ഫംഗ്ഷൻ പറഞ്ഞു എഫ് ഓഫ് എക്സിൽ എ എക്സ് പ്ലസ് ബി. ഓക്കെ. ദെൻ അപ്പൊ അതിനാണ് അത്ര ഇമ്പോർട്ടന്റ്. സെക്കൻഡ് ഫംഗ്ഷൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഇങ്ങനെ പ്രോബ്ലം വരാന്നേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ് നോക്കണം. മൂന്നാമത്തെ നോക്കൂ. മൂന്നാമത്തെ ഐഡന്റിറ്റി ഫംഗ്ഷൻ. വെരി ഇമ്പോർട്ടന്റ്. ഐഡന്റിറ്റി അല്ലെങ്കിൽ ഐഡന്റിക്കൽ എന്നൊക്കെ പറഞ്ഞത് അർത്ഥം ഒരുപോലെ വരുന്നത്. ഒരുപോലെ വരുന്ന പറഞ്ഞാൽ എക്സിന് എന്ത് കൊടുക്കുന്നോ അത് തന്നെ ആൻസർ വരണം. എക്സിന് എന്ത് കൊടുത്താലും അയാൾ തന്നെ ആൻസർ വരണം. എക്സ് 0 ആണെങ്കിൽ ആൻസർ 0, എക്സ് 1 ആണെങ്കിൽ ആൻസർ 1, എക്സ് 2 ആണെങ്കിൽ ആൻസർ 2. അപ്പൊ അതിന്റെ എഫ് ഫ്രം ആർ ടു ആർ എന്ന ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് തന്നെ. എക്സിന് എന്ത് കൊടുത്താലും അത് തന്നെ ആൻസർ ആണ്. അതാണ് ഐഡന്റിറ്റി. ഇതിന് മാറ്റം വരുത്താനില്ല. ലീനിയർ ഫംഗ്ഷൻ എന്താ? എയും ബിയും മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഫംഗ്ഷൻ രൂപം മാറാം. ഇവിടെ മാറാണെന്നില്ല. അതുകൊണ്ടാണ് അത് ഇമ്പോർട്ടന്റ് പറയണം. ഐഡന്റിറ്റി ഫംഗ്ഷൻ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ്. അത് ഐഡന്റിറ്റി ഫംഗ്ഷൻ. വാട്ട് ഈസ് ഐഡന്റിറ്റി ഫംഗ്ഷൻ? അല്ലെങ്കിൽ ഡിഫൈൻ ഐഡന്റിറ്റി ഫംഗ്ഷൻ പറഞ്ഞാൽ നിങ്ങൾ ഡെഫിനിഷൻ ചെയ്ത് വെച്ചാൽ മതി. എഫ് ഓഫ് എക്സ് എക്സ് വേറെ ഒന്നും ചെയ്യാനില്ല. ദെൻ അപ്പൊ ഞാൻ ചോദിക്കാണ് ഇതിന് ഡൊമൈന്. ഇതിന് എക്സാമ്പിൾ ഒന്നും ഇത് തന്നെ ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഡൊമൈൻ ഇതൊരു ലീനിയർ ഫംഗ്ഷൻ ആണ്. എക്സിന്റെ പവർ 1 ഉള്ള ലീനിയർ. ലീനിയറിന് പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ കേസിൽ വരുന്ന ഫംഗ്ഷൻ ആണ് ഐഡന്റിറ്റി. എക്സിന്റെ പവർ 1 ആണല്ലോ, ലീനിയർ ആണ്, പക്ഷെ ഐഡന്റിറ്റി ഫംഗ്ഷനാണ്. ദെൻ ഡൊമൈൻ എന്താണ്? ഇവിടുത്തെ 6 റിയൽ നമ്പർ. നമുക്കറിയാം എക്സിന് എന്ത് കൊടുത്താലും ആ ആൻസർ അല്ലേ വരുന്നത്. കാരണം എക്സിന് ഇവിടെ കൊടുത്താൽ ആൻസർ ഇവിടെ വരും. എക്സിന് 10 കൊടുത്താൽ 10 വരും. എക്സ് 100 കൊടുത്താൽ 100 വരും. അപ്പൊ എക്സിന് ഏത് റിയൽ നമ്പർ കൊടുത്താലും ആൻസർ എന്താണ്? ആ റിയൽ നമ്പർ അല്ലേ. അപ്പൊ എഫ് ഓഫ് എക്സിന്റെ റേഞ്ച് റിയൽ നമ്പർ ആണ്. വളരെ സിമ്പിൾ ആണ്. വന്നപ്പോഴൊക്കെ മനസ്സിലാവുണ്ടോ? എഫ് ഓഫ് എക്സ് സെയിം ഫംഗ്ഷന് എക്സ് തന്നെ ആയതുകൊണ്ട് ഡൊമൈനോ റേഞ്ച് സെയിം ആണ്. ഇനി അതിന്റെ ഗ്രാഫ് വരക്കണം. നമുക്കറിയാം കോളം വേണമല്ലോ. കോളം എക്സ് വൈ. നേരത്തെ പോലെ നമുക്ക് എപ്പോഴും -2 -1 0 1 2 കൊടുത്താൽ പെട്ടെന്ന് ആൻസർ കാണാൻ എല്ലാ ഭാഗത്തേക്കും ഷേപ്പ് മനസ്സിലാവും. അതുകൊണ്ടാണ് അവരെടുക്കുന്നത്. അപ്പൊ എക്സ് എന്താ? ഇപ്പോഴത്തെ എഫ് ഓഫ് എക്സ് എന്താ? എക്സ് അല്ലേ. -2 കൊടുക്കും ആൻസർ -2, -1 കൊടുക്കും -1. അത് തന്നെ വരണമല്ലോ. അതുകൊണ്ടാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. മാറുന്നുണ്ട്, കോൺസ്റ്റന്റ് അല്ല, ഐഡന്റിറ്റി സെയിം ആയി വരണം. അപ്പൊ ഇതിന് ഗ്രാഫിക്കലി വരയ്ക്കുമ്പോ ഇത് എക്സ്, ഇത് വൈ. അപ്പൊ ഇവിടെ 0 1 2 3 1 2 3 -1 -2 ഇങ്ങോട്ടും -2 -2 -1 -1 0 0 1 1
2 2, 3 3 അങ്ങനെ പോകും. ഇതിങ്ങനെ സ്ട്രേറ്റ് ലൈൻ ആയിട്ട് ലീനിയർ ഫംഗ്ഷൻ അതേ ഷേപ്പ് തന്നെ, പക്ഷെ അത് ഏതിലൂടെ പാസ് ചെയ്യുന്നു? ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നതാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ പ്രത്യേകത. നേരത്തെ പറഞ്ഞ എല്ലാ ലീനിയർ ഫംഗ്ഷനും ഒറിജിനിലൂടെ പാസ് ചെയ്യില്ലല്ലോ. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന 0 0 സഞ്ചരിക്കുന്ന ഈ ഷേപ്പിൽ ഫസ്റ്റിൽ നിന്ന് തേർഡിലേക്ക്, ഒന്നാമത്തെ ക്വാർട്ടറിൽ നിന്ന് തേർഡിലേക്ക് വരുന്ന ലീനിയർ ഫംഗ്ഷൻ ആണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. എക്സാം ചോദിക്കാം, നിങ്ങൾക്ക് ഗ്രാഫ് ജസ്റ്റ് റഫാക്കി ഗ്രാഫ് ഇങ്ങനെ തരും, ഇത് ഏതാ ഫംഗ്ഷൻ ചോദിക്കും. ഐഡന്റിറ്റി ഫംഗ്ഷൻ. അതുകൊണ്ടാണ് ഗ്രാഫ് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഷേപ്പ് അറിഞ്ഞിരിക്കണം. ഇത് തന്നിട്ട് ഏതാ ഫംഗ്ഷൻ ചോദിക്കും? ഐഡന്റിറ്റി ഫംഗ്ഷൻ. ദെൻ ഡിഫൈൻ ദി ഫംഗ്ഷൻ. അപ്പൊ എഫ് ഓഫ് എക്സ് എക്സ്. ദെൻ റൈറ്റ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഉണ്ട്. അപ്പൊ ലീനിയർ ഫംഗ്ഷനായി ലീനിയർ ഫംഗ്ഷൻ ഡൊമൈൻ റേഞ്ചും 6 തന്നെ. അതിൽ തന്നെ സബ് ആണ് എന്ത്? ഐഡന്റിറ്റി ഫംഗ്ഷൻ ഡൊമൈൻ റേഞ്ച് 6 തന്നെ. കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഡൊമൈൻ 6, പക്ഷെ റേഞ്ച് എന്താണ്? ആ സെറ്റ് കോൺസ്റ്റന്റ് സെറ്റ് ഓഫ് ആ കോൺസ്റ്റന്റ് ആണ് റേഞ്ച് വരാം. ഗ്രാഫ് ഫോർം ഉണ്ടല്ലോ, പാരലൽ ആയിട്ട് വരുന്ന കോൺസ്റ്റന്റ്, ലീനിയർ ഇതേ ഷേപ്പിൽ തന്നെ, പക്ഷെ ഒറിജിനിലൂടെ ആണെന്നില്ല, ഐഡന്റിറ്റിയാണ് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പൊ ഐഡന്റിറ്റി ഫംഗ്ഷനുമായി മനസ്സിലായോ? ഒരു ഫംഗ്ഷൻ പറഞ്ഞ ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഫംഗ്ഷൻ 4ാമത്തെ ടൈപ്പ് ഫംഗ്ഷനാണ് പറയാൻ പോകുന്നത്. 4ാമത്തെ ടൈപ്പ് ഫംഗ്ഷന് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും അറിഞ്ഞിരിക്കുക ഷേപ്പ് എന്ന് അറിയണം. അത് വെച്ച് ഗ്രാഫ് ചോദിക്കാം. 4ാമത്തെ ഫംഗ്ഷൻ പേര് നോക്കൂ. ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ. ക്വാഡ്രാറ്റിക് എന്ന് പറഞ്ഞാൽ ലീനിയർ എന്നായിരുന്നു? ax പ്ലസ് ബി, എക്സിന്റെ പവർ 1. ക്വാഡ്രാറ്റിക് ആകുമ്പോൾ എക്സിന്റെ പവർ 2. നിങ്ങൾ സെക്കൻഡ് ഡിഗ്രി പഠിക്കുന്നില്ലേ? സെക്കൻഡ് ഡിഗ്രിയിലുള്ള ഫംഗ്ഷനെയാണ് ക്വാഡ്രാറ്റിക്. 10ാം ക്ലാസ്സിൽ സെക്കൻഡ് ഡിഗ്രി പഠിച്ചല്ലോ. ആ സെക്കൻഡ് ഡിഗ്രിയുള്ള ഫംഗ്ഷൻ പറയുന്നതാണ് ക്വാഡ്രാറ്റിക്. അവിടെ ഇക്വേഷൻ ആണ് ഇവിടെ ഫംഗ്ഷൻ ആക്കിയാ പറയുന്നത്. അത് ക്വാഡ്രാറ്റിക് ഫംഗ്ഷന്റെ ജനറൽ ഫോം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c. നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c 0 എന്ന്. അതുപോലെ തന്നെ അതിന്റെ ജനറൽ ഫംഗ്ഷൻ ഇതാണ്, ഈക്വൽ 0 എന്നുള്ള ഇക്വേഷനിലെ ഫംഗ്ഷൻ ആണ്. അതിലെന്താ പ്രത്യേകത? a 0 ആവാൻ പാടില്ല. a 0 ആയാൽ ഇത് പോയി, അപ്പൊ ലീനിയർ ആയി. ഇത് രണ്ടും 0 ആയി, പ്രശ്നമില്ല, സെക്കൻഡ് ഡിഗ്രിയാണ്. ബിയും സി എന്തും ആവാം, പക്ഷെ a 0 ആവരുത്. അതാണ് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ പ്രത്യേകത. ക്വാഡ്രാറ്റിക് ഫംഗ്ഷന് ഡൊമൈൻ 6 ആണ്. റേഞ്ച് ഫംഗ്ഷൻസ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ റേഞ്ച് കാണാൻ നമുക്ക് അതിന്റെ എക്സാമ്പിൾ ചെയ്യാം. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾക്ക് ചോദിക്കില്ല. അത് എക്സാമ്പിൾ ഏതെങ്കിലും വന്നിട്ട് വരക്കാൻ ചോദിക്കാം. എഫ് ഓഫ് എക്സിന്റെ എക്സാമ്പിൾ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ ക്വാഡ്രാറ്റിക് അല്ലേ? a1 ആണെന്നുള്ളത് ക്വാഡ്രാറ്റിക് ആണ്. എക്സ് സ്ക്വയർ ഇതിന്റെ ഡൊമൈൻ 6. ഇതിന്റെ റേഞ്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എക്സ് സ്ക്വയറിന്റെ റേഞ്ച് നമ്മൾ എഴുതിയിട്ടുണ്ട്, 0, ഇൻഫിനിറ്റി. എക്സ് സ്ക്വയർ വരുന്ന ഫംഗ്ഷനൊക്കെ നമ്മൾ എഴുതി. എക്സ് സ്ക്വയർ പ്ലസ് 2, എക്സ് സ്ക്വയർ പ്ലസ് 1 അതൊക്കെ നമ്മൾ എഴുതിയതാണ്. അതിന്റെ റേഞ്ച് അങ്ങനെ റേഞ്ച് വരുള്ളൂ, അല്ലാതെ ഇവിടുന്ന് പ്രത്യേകമായിട്ട് റേഞ്ച് ചോദിക്കൊന്നില്ല. ഏതെങ്കിലും ഫംഗ്ഷൻ വന്നിട്ടോ സെക്കൻഡ് ഡിഗ്രി ഫംഗ്ഷൻ വന്നിട്ട് ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കാന് എന്നിട്ട് റേഞ്ച് ചോദിക്കാം. അപ്പൊ ഇതിന് ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കാൻ നോക്കാം. ഗ്രാഫ് വരക്കുമ്പോൾ നമുക്കറിയാം കോളം വേണമല്ലോ. എക്സ് വൈ -2 -1 0 1 2 -2 കൊടുക്കുമ്പോ 4 -2 സ്ക്വയർ -1 സ്ക്വയർ 1 0 സ്ക്വയർ 0 1 സ്ക്വയർ 1 2 സ്ക്വയർ 4. ഇത് നിങ്ങൾക്ക് ഗ്രാഫായിട്ട് വരക്കുമ്പോ എക്സ് ആക്സില് 0 1 2 ഇവിടെ -1 -2 ഇവിടെ 1 2 3 4 അല്ലെ? അപ്പൊ -2 4 ഇവിടെ വരും. -1 1 0 0 1 1 2 4. ശ്രദ്ധിക്കേണ്ടത് എക്സിന്റെ പവർ 1 അല്ലാതെ വന്നാൽ, എക്സിന്റെ കൃതി 1 അല്ലാതെ വന്നാൽ നിങ്ങൾ സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യരുത്. ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കണം. സ്ട്രെയിറ്റ് ലൈൻ ആവില്ല, കർവ് ഷേപ്പ് ആയിരിക്കും. ഒരിക്കലും സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്ക് നിങ്ങൾ സ്ട്രെയിറ്റ് ആക്കി വരക്കാൻ നിൽക്കരുത്. എങ്ങനെയാണെങ്കിൽ എക്സിന്റെ പവർ 1 അല്ലാതെ വന്നാൽ, എക്സിന്റെ പവർ 2 3 അങ്ങനെ വന്നാൽ നിങ്ങൾ ജസ്റ്റ് ഫ്രീ ആയിട്ട് വരക്കണം. എങ്ങനെയാ? അപ്പൊ ഇത് 4 ഇങ്ങനെ ജസ്റ്റ് റഫാക്കി ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഒരു യു ഷേപ്പ് ഇങ്ങനെ കറക്റ്റ് ആക്കി വരക്കണമെങ്കിൽ വരക്കുമ്പോൾ യു ഷേപ്പിൽ വരുന്നതാണ്. ഇതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. യു ഷേപ്പിൽ വരും. മനസ്സിലായി? ഫ്രീ ആയിട്ട് വരയ്ക്കുക എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ. ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. നമുക്കറിയാം ഇതിന്റെ റേഞ്ച് പറഞ്ഞാൽ വൈയുടെ വാല്യൂ ആണല്ലോ. വൈയുടെ വാല്യൂ ആണ് റേഞ്ച്. ഇത് നമ്മൾ ജസ്റ്റ് കൊടുത്താണ്. ഇത് മാത്രമല്ല വാല്യൂ വേറെതും വരും. അത് മനസ്സിലാണ് ഗ്രാഫ് വരക്കുന്നത്. ജസ്റ്റ് ഷേപ്പ് മനസ്സിലാൻ വേണ്ടി വാല്യൂ കൊടുത്താണ്. വൈയുടെ വാല്യൂ നോക്കൂ. ഈ വൈ ആക്സിന് ഏറ്റവും ചെറിയ വാല്യൂ എത്ര? ഇവിടെ വന്ന് 0. പിന്നെ വൈ കൂടല്ലേ, രണ്ട് സൈഡിലേക്കും വൈ കൂടാണ്. വൈ മിനിമം 0 ആണ്, മാക്സിമം അത്രയും പോവാം. അതാണ് റേഞ്ച് 0, ഇൻഫിനിറ്റി. അഥവാ വൈ ഇങ്ങനെ വരാണ് വിചാരിക്കാം. 1, 0 പോവാണെങ്കിൽ 1, ഇൻഫിനിറ്റി.
മനസ്സിലായോ? യെസ്, അത് നമ്മള് ഗ്രാഫ് വരക്കാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരും. അപ്പൊ നിങ്ങൾക്ക് അത് ഒന്നുകൂടി മനസ്സിലാവും. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞത് ലീനിയർ, കോൺസ്റ്റന്റ്, ഐഡന്റിറ്റി, ക്വാഡ്രാറ്റിക്. ആ ഐഡന്റിറ്റി ഫംഗ്ഷന് എഫ് ഓഫ് എക്സിൽ എക്സ് അതാണ് ഇമ്പോർട്ടന്റ്. ഒറിജിനൽ പാസിംഗ് സ്ട്രൈറ്റ് ലൈൻ. ലീനിയർ പ്രോബ്ലം ചെയ്തു, എക്സ് കാറിന്റെ ഗ്രാഫ് വരച്ചു. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ബാക്കി നമുക്ക് വളരെ പ്രധാനപ്പെട്ട 2 ഫംഗ്ഷൻ ഇനിയും വരാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്ത ടോപ്പിക് അടുത്ത പാട്ടിൽ പറയും. അടുത്ത പാട്ടോട് കൂടെ നമുക്ക് മിക്കവാറും ചാപ്റ്റർ തീർക്കാം. എന്തായാലും അതിന് ക്വസ്റ്റ്യൻ തരുന്നത് നിങ്ങൾ ചെയ്തു നോക്കണം. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.